പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു കോഴ്സിനെ അത്രത്തോളം സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ടാവില്ല. എന്നിട്ട് അവരൊരു 1-2 വർഷം ഒരു CA ഫൗണ്ടേഷൻ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് പിന്നീട് അവർ മറ്റു കോഴ്സുകളിലേക്ക് ഡീവിയേറ്റ് ചെയ്തു പോകും. അപ്പോൾ അവരുടെ ഒരു 2 വർഷം അവിടെ വേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനീഷ്യലി ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് സ്റ്റഡി നടത്തുക. എത്രത്തോളമാണ് ഈ കോഴ്സിൽ പഠിക്കാനുള്ളത്, എന്തൊക്കെ ഏരിയാസ് ആണ് പഠിക്കാനുള്ളത്, അത് നമ്മൾക്ക് അത് പഠിക്കാനുള്ള ക്യാപ്പബിലിറ്റീസ് ഉണ്ടോ, അതല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് അല്ലാതെ മറ്റേതെങ്കിലും ഏരിയയിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ള ഒരു റിസർച്ച് നിങ്ങൾ നടത്താം. എന്നിട്ട് അതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് മതി, CA എന്ന് പറഞ്ഞ കോഴ്സ് മാത്രം മതി എന്നുള്ളൊരു ഡിസിഷനാണ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ മറ്റൊന്നും നോക്കണ്ട, CAക്ക് വരിക, ജോയിൻ ചെയ്യുക, പഠിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾക്ക് ഈ ഒരു വൺസ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾ എല്ലാ ഡ്രീംസും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രഗിളിംഗ് ആണ്. അത് നിങ്ങളൊരു ഡ്രീംസ് സെറ്റ് ചെയ്ത് വരുന്ന ആൾക്ക് മാത്രമേ ആ ഒരു ഫേസസിലൂടെ കടന്ന് നിങ്ങളുടെ ഈ ഒരു ക്വാളിഫൈഡ് ആവുക എന്നുള്ള ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനീഷ്യലി ചെയ്യേണ്ടത് റിസർച്ച് ചെയ്യുക, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയെടുക്കുക. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ CA ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്.